ഏവർക്കും പൈത്തണിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇമെയിലുകൾ അയക്കാം എന്നതിനെ പറ്റിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണത്. കാരണം അത് പറയാൻ കാര്യം, ഇത്രയും നാളും നമ്മൾ പല ടൈപ്പിലുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പരീക്ഷിക്കുന്ന പൈത്തൺ ഐ ഡി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെസ്സേജ് ഒരു ഇൻബോക്സിലേക്ക് നമ്മൾ അയക്കുന്നു. അപ്പൊ അതുവഴി നമ്മൾ എംബഡഡ് സിസ്റ്റത്തിന്റെ ആദ്യ പടിയായിട്ടുള്ള ഒരു കണക്ടിവിറ്റിയെ പറ്റിയാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പം നമ്മൾ ലൈബ്രറി എന്താന്ന് പഠിച്ചു. ലൈബ്രറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അടങ്ങിയ ഫയലിനെയാണ് നമ്മൾ ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്തുണ്ട്, ഒരു സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിലുകൾ അയക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൈൻസിനുള്ളിൽ തന്നെ പ്രോഗ്രാംസ് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഒത്തിരി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ചേർക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ഇമെയിൽ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഡിസൈൻ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ വരും, ഇന്ന ആൾ ഇവിടെ വന്നിട്ടുണ്ട്. ക്യാമറ വഴി അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് മെയിൽ തരാനുള്ള സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇമെയിൽ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു പൈത്തണിനകത്ത് ഒരു കോഡിംഗ് ഉപയോഗിച്ച് നമ്മൾ ഇമെയിൽ അയക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഫീൽഡാണിത്. കാരണം ഭാവിയിലാണെങ്കിലും നിങ്ങളുടെ റൂമിലെ ഓരോ ഉപകരണങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മെയിൽ നോക്കിയോ അല്ലെങ്കിൽ വാട്സപ്പ് നോക്കിയോ ഒക്കെ അറിയാൻ പറ്റുന്ന കാലം ഒത്തിരി ദൂരെയല്ല, വളരെ അടുത്ത് തന്നെയാണ്. അപ്പം അതിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് തൊട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഇമെയിൽ, എങ്ങനെയാണ് ഇമെയിൽ വർക്ക് ചെയ്യുന്നത്, ആ ഒരു കൺസെപ്റ്റിലേക്ക് ഒന്ന് നോക്കാം. ഇമെയിൽ എന്ന് പറഞ്ഞാൽ, ഇമെയിൽ ഈസ് എ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിങ് മെസ്സേജ് ബിറ്റ്വീൻ പീപ്പിൾ യൂസിങ് ഇലക്ട്രോണിക് ഡിവൈസ്. ഇലക്ട്രോണിക് ഡിവൈസുകളുടെ മീഡിയയുടെ സഹായത്തോടു കൂടി നമ്മൾ മെസ്സേജ് കൈമാറ്റം ചെയ്യപ്പെടുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇമെയിൽ ആർക്കിടെക്ചർ എടുക്കുവാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ കാണുമായിരിക്കും. നമുക്കറിയാം, നമുക്ക് സെൻഡർ കാണും, ഒരു റിസീവറും കാണും. അപ്പൊ ഇമെയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ, നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം, അറ്റാച്ച്മെന്റുകൾ ആഡ് ചെയ്യാം, ലിങ്കുകൾ ആഡ് ചെയ്യാം, അങ്ങനെ എന്ത് കാര്യങ്ങളും വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ പെട്ടെന്നായിട്ട് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇമെയില് നമ്മൾ കമ്പോസ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ സെൻഡർ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യണം, എന്തായാലും ടു അഡ്രസ് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സബ്ജക്റ്റ്, ബോഡി, ഈ 3 കാര്യങ്ങളും നമ്മൾ റെഡിയാക്കിയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ഇമെയിൽ സെൻഡ് ബട്ടൺ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ മെയിൽ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് എന്ന് പറയുന്ന ഈ മെയിലിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന്റെ ഫോർമാറ്റിംഗ് കാര്യങ്ങൾ വാലിഡിറ്റി ഇതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ SMTP എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അതായത് നമുക്ക് ഈ മെയിൽ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ ഓരോ കമ്മ്യൂണിക്കേഷനും അതിൻ്റെതായിട്ടുള്ള കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്, റൂൾസും ഉണ്ട്. കറക്റ്റ് അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പാത്തുകളൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അപ്പൊ നമ്മൾ ഈ SMGP എന്ന് പറയുന്ന സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ TCP/IP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ബേസ് ചെയ്തിട്ടുള്ളതാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വരുന്ന മെയിലുകൾ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ IP അഡ്രസ്സ് സെർച്ച് ചെയ്യുക, ഓട്ടോമാറ്റിക് ആയിട്ട് മെയിൽ ഡെലിവറി ചെയ്ത് നോക്കുക, അപ്പൊ അതിന്റെ പാക്കറ്റ് എത്രയാണ്, അതിന്റെ സൈസ് എത്രയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും SMGP മാനേജ് ചെയ്തോളും. ഓക്കെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു അൽഗോരിതം ഒക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിളിന്റെ സെർവറിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നമ്മൾ മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമ്മുടെ റിസീവർ സെക്ഷൻ, അതായത് നമ്മളെ യൂസർ എപ്പോഴാണോ റിമോട്ട്ലി ലോഗിൻ ചെയ്യുന്നത്, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പം ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് കറക്റ്റ് നമ്മൾ ആ റിസീവ് ചെയ്യുന്ന ആളുടെ അടുത്ത് എത്തുന്ന റാൻഡം ആയിട്ടാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓരോ തവണ ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് വ്യത്യാസമായിരിക്കും. ഇപ്പൊ ഞാൻ ആദ്യം ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നെങ്കിൽ ഞാൻ പിന്നെ മൊബൈലിലായിരിക്കും നെറ്റ് നോക്കുന്നത്. അങ്ങനെ ഓരോ ഡിവൈസ് എടുക്കുമ്പോൾ അതിന്റെ IP വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ ഏത് IP-യിലാണോ ഞാൻ അവൈലബിൾ ഉള്ള അല്ലെങ്കിൽ എന്റെ അക്കൗണ്ട് ആക്റ്റീവ് ഉള്ള ആ IP ഇങ്ങോട്ട് അയച്ചു കൊടുക്കും മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റിന്. ഇപ്പൊ മെസ്സേജ് ട്രാൻസ്ഫർ ഏജന്റ് എന്ത് ചെയ്യും, നമ്മുടെ മെയിൽ ബോക്സിൽ വന്ന മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് ആ IP-യിലേക്ക് അയച്ചു കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് ഓരോ തവണ നമ്മൾ ഓരോ ഡിവൈസ് എടുക്കുമ്പോൾ നെറ്റ്വർക്ക് സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മെയിൽ ബോക്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൽ വന്നു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നു. അതിനുശേഷം നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫൈനൽ ഡെലിവറി അവിടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ഇമെയിൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ സെർവറിൽ നമ്മുടെ ഈ പറയുന്ന ഡാറ്റ എല്ലാം എപ്പോഴും അതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഡിവൈസ് എപ്പോഴാണ് ഓപ്പൺ ആക്കുന്നത് അപ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ സെർവറിലെ ഫയൽ നമ്മുടെ മെയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പൈത്തൺ കോഡ് ഉപയോഗിച്ച് ഇമെയിൽ ജനറേറ്റ് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോവാം. അപ്പൊ SMGP എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ പൈത്തണിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എന്തുണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയുടെ പേരാണ് SMTP ലൈബ്രറി മൊഡ്യൂൾ എന്ന് പറയും. ആ SMTP ലൈബ്രറി മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് മെയിൽ കമ്പോസ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ SMTP ലൈബ്രറി എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന് സെർവർ, അതായത് ഏത് സെർവർ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ജിമെയിൽ ആണെങ്കിൽ ജിമെയിലിന്റെ സെർവർ, അതുപോലെ തന്നെ യാഹു ആണെങ്കിൽ അതിന്റെ സെർവർ, MSN ആണെങ്കിൽ അങ്ങനെ ഏത് സെർവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. പിന്നെ പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സെർവർ ഏത് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. പിന്നെ ലോഗിൻ ID ആൻഡ് പാസ്വേഡ്. നമുക്കറിയാം, നമ്മളൊരു മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ ലോഗിൻ ID പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യണം. ഇത്രയും പ്രോസസ്സുകൾ അവിടെ നടക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ മെയിൻ സെർവർ എടുത്തു കഴിഞ്ഞാൽ ആ സെർവറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യണം, അവിടെ സെൻഡർ ആരാന്ന് സ്പെസിഫൈ ചെയ്യണം, റിസീവ് ചെയ്യുന്ന ആരാന്ന് സ്പെസിഫൈ ചെയ്യണം, നമ്മുടെ മെസ്സേജും അയക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മെയിൽ സെർവറിൽ നിന്ന് എന്ത് ചെയ്യത്തുള്ളൂ, മെയിൽ നമുക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നമ്മൾ മെസ്സേജ് അയക്കാൻ നേരത്ത് നമ്മൾ ജിമെയിലിനകത്ത് കമ്പോസ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ടു ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്റ്റിന്റെ ബോഡി ഉണ്ട്, പിന്നെ സെൻഡർ ഉണ്ട്. അപ്പൊ ഈ ഒരു ഇന്റർഫേസ് നമ്മൾ എന്ത് ചെയ്യുക, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കോഡ് ചെയ്ത് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിന്റെ ഒരു ചെറിയ സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ റൂമിലെ ടെമ്പറേച്ചർ കൂടുവാണെങ്കിലോ അല്ലെങ്കിൽ റൂമിൽ ആരെങ്കിലും കയറുവാണെങ്കിലോ ഒക്കെ നമുക്ക് മെയിൽ വരുത്താവുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ സെർവറുകൾ. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ അവാസ്റ്റോ അല്ലെങ്കിൽ കാസ്പറസ്കിയോ അങ്ങനെയുള്ള ആന്റിവൈറസ് ഒക്കെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഓരോ മാസം കൂടുമ്പോൾ നമുക്ക് ഒരു ന്യൂസ് ലെറ്റർ ഒക്കെ തരാറില്ലേ. അതായത് ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് വന്നു, നിങ്ങളുടെ ഈ അപ്ഡേറ്റുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം. അങ്ങനെയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് മെയിൽ വരുന്നത് എന്താ, ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലത്തെ കോഡുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതുപോലെ ഒരു ചെറിയൊരു കോഡ് ഇന്ന് ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് 4 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, SMTP ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലൈബ്രറിയുടെ പാരാമീറ്റേഴ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അതായത് ഏത് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ അകത്തെ പോർട്ട് നമ്പർ ഏതാണ്, പിന്നെ അതുപോലെ ഏത് സെർവറാണ് യൂസ് ചെയ്യുന്നത്, ജിമെയിലിന്റെ സെർവറാണ് യൂസ് ചെയ്യുന്നത്, യാഹുവിന്റെ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സെക്യൂരിറ്റി മോഡ് എനേബിൾ ചെയ്യുന്നു. സെക്യൂരിറ്റി മോഡ് എന്ന് പറഞ്ഞാൽ TLS എന്ന് പറയും, ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി. നമ്മുടെ അയക്കുന്ന മെസ്സേജ് ഒക്കെ എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. കാരണം ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക്, അതായത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് നമുക്ക് കാണരുത്. അപ്പം മെസ്സേജ് ഒരിക്കലും ലീക്ക് ആവരുത്. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അവസാനം എന്ത് ചെയ്യുന്നു, സെൻഡ് മെയിൽ ഉപയോഗിച്ച് സെൻഡ് ചെയ്യുന്ന ആർക്കാണോ അവർക്ക് മെസ്സേജ് നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ സബ്ജക്റ്റും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ 4 സ്റ്റെപ്പും എങ്ങനെയാണ് പ്രോഗ്രാമിൽ വരുന്നത് എന്നുള്ളത് ഇനി നോക്കാം. നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം ഉറപ്പുവരുത്തണം, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം ലെസ് സെക്യൂർ ആപ്സ് എന്ന് നമ്മൾ സ്ലാഷ് ഇട്ട് അടിച്ചു കൊടുക്കുക. അപ്പൊ വരുന്ന ഓപ്ഷനകത്ത് അലോ ലെസ് സെക്യൂർ ആപ്പ് എന്ന് പറഞ്ഞ് ഓൺ ചെയ്തിടുക. എങ്കിൽ മാത്രമേ നമുക്ക് പൈത്തണിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മെയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ റിമോട്ട് ആയിട്ട് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക, അതിനുള്ള പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് ഇടുക. അതിനുശേഷം നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ വിൻഡോയിലേക്ക് വരിക. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, SMTP ലൈബ്രറി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു, അതായത് അതിന്റെ ഹെഡർ ഫയൽ. അപ്പൊ ഈ ഒരു ലൈബ്രറി ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലൈൻസിൽ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് എത്ര പേജുകൾ വേണ്ടി വരും ഓരോ കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക ഫസ്റ്റ്. അതിനുശേഷം സെൻഡർ ഇമെയിൽ, നമുക്ക് നമ്മൾ അയക്കുന്നത് ആരാണോ അവരുടെ ഇമെയിൽ ആണ് വേണ്ടത്. ഇപ്പൊ എന്റെ ഇമെയിൽ ID എന്നാണ് അയക്കുന്നെങ്കിൽ നമ്മൾ എന്റെ ഇമെയിൽ ID ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം റിസീവർ ഇമെയിൽ, ആർക്കാണോ നിങ്ങൾ അയക്കേണ്ട അവരുടെ ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് പാസ്വേഡ്. ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എന്റെ ഇമെയിൽ ID പാസ്വേഡ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അതായത് ഈ പറയുന്ന മെയിൽ ID പാസ്വേഡ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് സെർവറാണ് യൂസ് ചെയ്യുന്നത് ആ സെർവർ പറഞ്ഞു കൊടുക്കണം, smtp.gmail.com. അപ്പൊ smtp.gmail.com എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജിമെയിൽ സെർവർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്യുന്ന പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ ആപ്ലിക്കേഷനും അതായത് പ്രോട്ടോകോളിനും ഓരോ നമ്പർ ഉണ്ട്. അപ്പൊ ജിമെയിൽ ആ പറയുന്ന മെയിൽ സർവീസ് സിസ്റ്റത്തിനെല്ലാം ഉള്ള 587 എന്ന് പറയുന്ന നമ്പറാണ്, അത് നമ്മൾ അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റിക്ക് വേണ്ടി സ്റ്റാർട്ട് TLS, server.start TLS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ TLS മോഡിൽ സെക്യൂരിറ്റി സിസ്റ്റം എനേബിൾ ആവും. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, server.login. അപ്പൊ ഇതിനകത്ത് ഈ ഫംഗ്ഷനകത്ത് നമ്മൾ ട്യൂപ്പിൾ ആയിട്ട് 2 കാര്യങ്ങളാണ് പാസ് ചെയ്ത് വിടുന്നത്.
സെൻഡർ ഇമെയിലും പാസ്വേഡും. അപ്പൊ ഇമെയിലും പാസ്വേഡും എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഈ കാണുന്ന പാരാമീറ്റേഴ്സ് ആണ്. അതായത് ഈ പറയുന്ന മെയിൽ ഐ ഡിയും ഈ പാസ്വേഡും. അപ്പൊ ഈ പാസ്വേഡ് ഉപയോഗിച്ചും മെയിൽ ഐ ഡി ഉപയോഗിച്ചും എന്ത് ചെയ്യുന്നു, ആ സെർവറിൽ ലോഗിൻ ചെയ്യുന്നു. അപ്പൊ ലോഗിൻ ചെയ്യുമ്പോഴേക്കും നമ്മൾ എന്ത് സംഭവിക്കുന്നു, നമുക്കൊരു മെസ്സേജ് എഴുതി വരും, ലോഗിൻ സക്സസ്ഫുൾ. അപ്പൊ അതിനുശേഷം നമുക്ക് മെസ്സേജ് കമ്പോസ് ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെസ്സേജിന്റെ ആ ഒരു ഇനിഷ്യലൈസേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇനി അടുത്ത മെസ്സേജ് കമ്പോസ് ചെയ്യണം. അപ്പൊ കമ്പോസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് സബ്ജക്റ്റ്. നമുക്കറിയാം ഒരു മെസ്സേജ് കമ്പോസ് ചെയ്യണമെങ്കിൽ അതിനൊരു സബ്ജക്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അതെന്തിനായിരിക്കും, ഞാൻ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, 2 കൊടുത്തു, അതിനുശേഷം സബ്ജക്റ്റ്. നമുക്ക് ആ വരുമ്പോൾ ആ പെട്ടെന്ന് ആ നോട്ടിഫിക്കേഷൻ നമുക്ക് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം ഏത് സബ്ജക്റ്റ് ആണെന്നുള്ളത്. അപ്പൊ അതിനാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്താണ് മെസ്സേജ് ബോഡി എന്ന് പറയുന്നത്. അപ്പൊ മെസ്സേജ് ബോഡിക്കകത്ത് നമുക്ക് വേണ്ട മെസ്സേജ് നമുക്ക് എഴുതാം. അപ്പൊ ദിസ് മെസ്സേജ് ഫ്രം പൈത്തൺ IDE. ഓക്കെ, ഇങ്ങനെ ഞാൻ എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഫോർമാറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ പറയുന്ന ഇന്റർഫേസിലേക്ക് നമുക്ക് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് എഫ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഉപയോഗിക്കുന്നത്. അപ്പൊ എഫ് സ്ട്രിംഗ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സബ്ജക്റ്റും ബോഡി. അപ്പൊ സബ്ജക്റ്റിന് ശേഷം സ്ലാഷ് നെക്സ്റ്റ് ലൈനിലാണ് നമ്മൾ ബോഡി കൊടുക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നമ്മൾ സബ്ജക്റ്റ്, അതിനുശേഷം എൻ്റർ അടിച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഈ കറക്റ്റ് ആ ഫോർമാറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു സംഗതി അവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഏത് വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പൊ മെസ്സേജിലേക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റോർ ആയി. ഇനി അതിനുശേഷം നമ്മൾ സെർവർ ഡോട്ട് സെൻഡ് മെയിൽ, അതായത് മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ട് നിർത്തി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സെൻഡർ ഇമെയിൽ, അതായത് നമ്മൾ അയക്കുന്ന ആളിന്റെ ഇമെയിൽ കോമ റിസീവർ ഇമെയിൽ. റിസീവർ ഇമെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ റിസീവ് ചെയ്യുന്ന ആളിന്റെ ഇമെയിൽ, പിന്നെ നമ്മുടെ മെസ്സേജ്. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. അതായത് സെർവർ ഡോട്ട് സെൻഡ് മെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പ്രോഗ്രാമിനകത്ത് ഈ ബട്ടന് തുല്യമാണ്, ഈ സെൻഡ് എന്ന് പറയുന്ന ബട്ടന് തുല്യമാണ്. അപ്പൊ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഫസ്റ്റ് സെൻഡ് ചെയ്യാവുന്ന ആളിന്റെ ഇമെയിൽ, റിസീവ് ചെയ്യുന്ന ആളിന്റെ ഇമെയിൽ, പിന്നെ നമ്മുടെ മെസ്സേജ് കണ്ടന്റ് അതെന്താണോ അത്. അത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, മെസ്സേജ് സെൻഡ് ആയെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നു. അതായത് മെസ്സേജ് ഹാസ് ബീൻ സെൻഡ് ടു ആർക്കാണോ അവരുടെ ഇമെയിൽ ഐ ഡി നമുക്ക് പ്രിന്റ് ആയി വരുന്നു. അതിനുശേഷം നമ്മുടെ ഈ സെക്ഷൻ നമ്മൾ ക്വിറ്റ് ചെയ്യുന്നു, നമ്മുടെ പ്രോഗ്രാമിന് പുറത്തു വരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു, നമുക്ക് അവിടെ മെയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. നമുക്കൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം റൺ ചെയ്യിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കിക്കണം, ഔട്ട്പുട്ട് വിൻഡോ നോക്കിക്കണം, ലോഗിൻ സക്സസ്ഫുൾ. അപ്പൊ ലോഗിൻ സക്സസ്ഫുൾ ആയി, ഇമെയിലും സെൻഡ് ചെയ്തു, electrotechnet@gmail.com. അപ്പൊ എന്റെ ഒന്നാമത്തെ അക്കൗണ്ടിൽ നിന്ന് രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. അത് ഇനി പോയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ അറിയാം, നമുക്ക് നമ്മുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് എന്റെ ഇമെയിൽ. അപ്പൊ നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. കണ്ടോ, അലേർട്ട് ഫ്രം പൈത്തൺ, ദിസ് മെസ്സേജ് ഫ്രം പൈത്തൺ IDE. കണ്ടോ, എനിക്കപ്പോ മെസ്സേജ് വന്നിട്ടുണ്ട്. എവിടെന്നാ, ഫ്രം അഡ്രസ് കണ്ടോ. അപ്പൊ ഈ എന്റെ അക്കൗണ്ടിൽ നിന്ന് പുതിയ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് ആയിട്ട് പൈത്തണിൽ നിന്ന് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഇമെയിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാതെ തന്നെ പൈത്തണിൽ നിന്ന് ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ സാമ്പിൾ ആയിട്ടൊന്ന് മെയിൽ അയച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് എന്താ, സെൻസറും കാര്യങ്ങളൊക്കെ വെച്ച് റാസ്ബെറി പൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റർഫേസും കൂടെ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആ കണ്ടീഷൻ ഓവർകം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ട്രിഗർ ജനറേറ്റ് ചെയ്യാം. ആ ട്രിഗർ വഴി നമുക്ക് മെയിൽ കിട്ടും. അങ്ങനെയാണ് നമുക്ക് വീടിന്റെ ഒക്കെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മുറിയിൽ ആരെങ്കിലും കയറുവാണെങ്കിൽ അവിടെ ഒരു ലേസർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ നിങ്ങൾ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മെയിൽ വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.